അവന്റെ അലർച്ചയിൽ അവൾ ഞെട്ടിപ്പിടച്ചുകൊണ്ട് കണ്ണുകൾ തുറന്നു. തന്റെ മുന്നിൽ നിന്ന് തന്നെ രൂക്ഷമായി നോക്കുന്ന അവനെ കണ്ട് അവൾ അമ്പരന്നു. പാകിൽ സ്വപ്നം കാണാൻ മാറിക്കടി, അവളെ നോക്കി കടുപ്പിച്ച് പറഞ്ഞു. അവൾ വേഗം സൈഡിലേക്ക് നീങ്ങി നിന്നു. ആദ്യം ടേബിളിന്റെ പുറത്തിരുന്ന ടവലും എടുത്ത് അവളെ നോക്കിക്കൊണ്ട് ഫ്രഷ് ആവാൻ കയറി. എന്നാൽ അവന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് കിളിപോയി നിൽക്കുകയാണ് ആമി. കുറച്ചു നേരത്തെ ചിന്തകൾക്കൊടുവിൽ അവൾ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് ദാവണി നേരെ എടുത്ത് വേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു. ആമി താഴേക്കെത്തുമ്പോൾ കിച്ചണിൽ മേരിക്കൊപ്പം റീനയും ഉണ്ടായിരുന്നു. പതിയെ പതിയാണെങ്കിലും അവൾ അവർക്കൊപ്പം കൂടി. രാവിലത്തെ കാപ്പിക്കുള്ള ആഹാരമെല്ലാം ഉണ്ടാക്കി തീർന്നു. റീനയും മേരിയുമെല്ലാം ടേബിൾ നിരത്തി വെച്ചു. വാ മോളെ കഴിക്കാം. മേരി അടുക്കളയിൽ നിൽക്കുന്ന അവളെയും വിളിച്ചുകൊണ്ട് കഴിക്കുന്നിടത്തേക്ക് വന്നു. മാത്യു ഇരിപ്പുണ്ടായിരുന്നു അവിടെ. വീടൊക്കെ ഇഷ്ടമായ മോൾക്ക്? അത് കേട്ട് അവൾ വെറുതെ ഒന്ന് തലയാട്ടി. ഇരിക്ക്. റീന അവളെ പിടിച്ചൊരു ചെയറിലെത്തിക്കൊണ്ട് അവളും ഇരുന്നു. മേരി എല്ലാവർക്കും ആഹാരം വിളമ്പി. അവരിരുന്ന് കഴിച്ചു. ആഹാരം കഴിക്കുന്ന നേരം അത്രയും ആമിയുടെ ചിന്ത കുറച്ചു മുന്നേ റൂമിൽ നടന്ന കാര്യങ്ങളായിരുന്നു. എനിക്ക് തോന്നിയതാവൂ അയാൾ അടുത്ത് വന്ന് എന്നെ തൊട്ടെന്ന്. അലീബിന് എന്നോട് ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ. അതോ നടന്നൊക്കെ സത്യത്തിൽ സംഭവിച്ചാണ്. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ കൃഷ്ണ. മോളെന്തൊന്നും കഴിക്കാത്ത? മേരിയുടെ ശബ്ദമാണ് അവളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന്. ഒന്നുമില്ല. അതും പറഞ്ഞ് അവൾ കഴിക്കാൻ തുടങ്ങി. ഇത്തിരി കഴിഞ്ഞതും എല്ലാവരും കഴിച്ച് എഴുന്നേറ്റു. കഴിഞ്ഞതൊക്കെ ഒതുക്കി വെച്ച് മേരി റീനയും മാത്യുവും പോവാനിറങ്ങി. ഇറങ്ങട്ടെ മോളെ, ഇടക്കൊക്കെ വരാം കേട്ടോ. മാത്യു അവളെ നോക്കി പറഞ്ഞോട് പുറത്തേക്ക് ഇറങ്ങി. ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവനൊരു പാവ, അത് മോൾക്ക് മനസ്സിലാവും. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവർ റീനയും ഇറങ്ങി. അവരുടെ കാർ അകന്നു പോകുന്തോറും ആമിക്ക് ഒത്തിരി സങ്കടം തോന്നി. ഒറ്റക്കായ പോലെ തോന്നിയവൾക്ക്, കൂടാതെ ഭയം. ഇനി മുതൽ അവനും താനും മാത്രമാണ് ഇവിടെ നിന്നുള്ള ചിന്ത. അതവളുടെ ഭയം ഇരട്ടിച്ച്. അവൾ ഹാളിലേക്ക് വന്ന് അവിടെയുള്ള സോഫയിൽ ഇരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. മുകളിലേക്ക് പോകാനുള്ള പേടികൊണ്ട് അവിടെ തന്നെ ഇരുന്നു. ആരോ പടികളിറങ്ങി വരുന്ന ശബ്ദം കേട്ട് അവൾ അങ്ങോട്ട് നോക്കി. ആദവും അലോഷിയായിരുന്നു. ആദ അവളെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി. എന്നാൽ അലോഷി അവിടെ അടുത്തേക്ക് വന്നു. എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അതിനവളൊന്ന് തലയാട്ടി. ഡോറടച്ചിരുന്നു. അവൻ ഇത്തിരി കഴിയുമ്പോൾ വരും. അനിയത്തിക്കുട്ടി പേടിക്കണ്ട കേട്ടോ. അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അത്രയും പറഞ്ഞ് പുറത്തേക്ക് പോയി. എന്നാൽ അവൻ്റെ നാവിൽ നിന്ന് വന്ന അനിയത്തിക്കുട്ടി എന്ന വിളി ആമിയിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നിച്ചു. അവരുടെ കാർ അകന്നു പോകുന്ന സൗണ്ട് അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും പോയതോടെ ആമി ആ വലിയ വീട്ടിൽ തനിച്ചായി. മേരി ഉണ്ടായിരുന്നുകൊണ്ട് ജോലിക്കാരോട് താമസിച്ച് വന്നാൽ മതിയെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം ആരും തന്നെ ഇല്ല അവിടെ. ഒറ്റക്കായതും പഴയതൊക്കെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി വരുന്നു അവൾ അറിയുന്നുണ്ടായിരുന്നു. അതിൽ ആരവിൻ്റെ മുഖം മനസ്സിൽ നിറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കയ്യരികിലെത്തിയിട്ട് നഷ്ടപ്പെട്ടു പോയ പ്രണയത്തെ ഓർത്ത് അവൾ വേദനിച്ചു. എപ്പോഴോ ഉള്ളിൽ കയറിയൊരു മുഖം. ആദ്യമൊക്കെ പറിച്ചു മാറ്റാൻ നോക്കി, കഴിഞ്ഞില്ല. പിന്നെ താനും കണ്ടു ആ കണ്ണിലെ പ്രണയം. തനിക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കണ്ടപ്പോൾ എന്നേക്കുമായി വേണമെന്ന് തോന്നിപ്പോയി. പക്ഷേ ഇപ്പം തനിക്ക് അന്യനാണ്. ഇനി ഒരിക്കലും തനിക്ക് സ്വന്തമാവാത്ത മറ്റാർക്കോ സ്വന്തമായ ഒന്ന്. വേദനിക്കുന്നു. ഹൃദയം വല്ലാതെ നോവുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പുറത്ത് കോളിംഗ് ബെല്ല് മുഴങ്ങിയതും അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. പുറത്ത് ആരാകുമെന്ന ചിന്തയോടെ അവൾ പതിയെ വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു. പിന്നെയും ബെല്ല് മുഴങ്ങിയതും അവൾ ഡോറ് തുറന്നു. അല്പം പ്രായം തോന്നിക്കുന്ന സ്ത്രീയായിരുന്നു പുറത്ത്. ആരാ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഞാനിവിടെ ജോലിക്ക് നിൽക്കുന്ന കുഞ്ഞെ, എൻ്റെ പേര് സുമതി. അതെൻ്റെ ഭർത്താവ് ദിവാകരൻ. ആ സ്ത്രീ ചെറിയൊരു പുഞ്ചിരിയോടെ മുറ്റത്ത് നിൽക്കുന്ന അവരെക്കാളും കൂടുതൽ പ്രായം തോന്നിക്കുന്ന മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവളും ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു. മാത്യു സാറ് വിളിച്ചപ്പോൾ എല്ലാം പറഞ്ഞിരുന്നു. കുഞ്ഞിനെക്കുറിച്ചും പറഞ്ഞു. അവൾ അതിനൊന്നും പറഞ്ഞില്ല. അവർ തിരിഞ്ഞ് തൻ്റെ ഭർത്താവിനെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. പുറത്തു നിൽക്കുന്ന ആൾ അകത്തേക്ക് കയറാത്ത കണ്ട് അവളൊരു സംശയത്തോടെ അയാളെ നോക്കി നിന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു, അത് ഞാൻ പുറം പണിയാ ചെയ്യുന്നത്. ഓ, അവൾ മനസ്സിലായ പോയ തലയാട്ടി. കുഞ്ഞിന് ഉച്ചയ്ക്ക് ഊണിനെന്താ വേണ്ടേ? എനിക്കങ്ങനെയൊന്നും, അവളൊരു വല്ലായ്മയോടെ പറഞ്ഞു. മാത്യു സാറ് പറഞ്ഞു കുഞ്ഞിന് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു ഉണ്ടാക്കി തരണമെന്ന്. പിന്നെ ഇവിടുത്തെ സാറിന് ഉച്ചയ്ക്ക് മീൻ ഫ്രൈ ചെയ്യുന്ന നിർബന്ധമാണ്. അവർ പറയുന്നത് അവൾ വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ കേട്ട് നിന്നു. എന്നാൽ ശരി കുഞ്ഞ്, ഞാൻ എൻ്റെ ജോലി തുടങ്ങട്ടെ. സാറ് വരുമ്പോൾ ഒന്നും ആയില്ലെങ്കിൽ പിന്നെ കഴിക്കാതെ ഇറങ്ങിപ്പോയി കളയും. അതും പറഞ്ഞ് അവർ വേഗം തന്നെ പണികളിലേക്ക് കടന്നു. ആമി ഇത്തിരി നേരം നോക്കിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി. ടെക്സ്റ്റൈൽസിലെ തൻ്റെ ക്യാബിൽ നിന്ന് ലാപ്പിൽ എന്തോ ചെയ്യുകയാണ് ആദം. അടുത്ത് തന്നെയുള്ള സോഫയിൽ ചാരി കിടന്ന് ഫോണിൽ കുത്തിക്കളിക്കുകയാണ് അലോഷി. നേരെ ഒരു പടാലോ, നീ വീട്ടിലേക്ക് പോകുന്നില്ലേ? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടുത്തുന്ന ഭാര്യയ്ക്ക് ഉള്ളതല്ലേ ഇപ്പോൾ? അലോഷി അവനെ നോക്കി കളിയാക്കി പറഞ്ഞു. ആദം ചുണ്ടനയ്ക്ക് എന്തോന്ന് അവനോട് പറഞ്ഞു. അത് കേട്ട് അലോഷി എന്ന് വിളിച്ച് കാണിച്ചു. ആ കൊച്ച് അവിടെ തനിച്ചാടാ, നീ പോവാ. അലോഷി പിന്നെയും പറഞ്ഞു. അവനൊരു ഒഴുക്കമട്ടിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ശേഷം ടേബിളിൽ നിന്ന് ഫോൺ എടുത്ത് കാറിൻ്റെ കീ എടുത്തുകൊണ്ട് പറഞ്ഞു,
വാ പോവാം. ഞാനില്ല ഇനി അങ്ങോട്ട്. അതെന്താ? ആദ്യം ഒരു സംശയത്തോട് ചോദിച്ചു. അത് കേട്ടാൻ പറഞ്ഞു, ഏയ് മമ്മയുടെ ഓർഡർ ഉണ്ട്. ഇനി പണ്ടത്തെ പോലെ അവിടെ കയറി ഇറങ്ങരുത്. ഇപ്പം അവിടെ ഒരു പെൺകൊച്ചൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നമ്മളില്ലേ. ആലോചിച്ച് വല്ലാത്ത രീതിയിൽ പറഞ്ഞു. പോടാ പുല്ലേ. അതും പറഞ്ഞ് ആദ്യം ഡോറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആലോചിച്ചേരി ചിരിയോടെ അവിടെ തന്നെ ഇരുന്നു. എന്തോ തുണി തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് നിർമ്മല. ശരീരം അവിടെയാണെങ്കിൽ അവരുടെ മനസ്സ് മുഴുവൻ ആമിയുടെ അടുത്താണ്. ഇത്രയും നാൾ തൊട്ടരിയിലുണ്ടായിരുന്ന പൊന്നുമകൾ ഇപ്പൊ ദൂരെയാണെന്ന് ഓർക്കും തോറും ആ അമ്മയുടെ നെഞ്ചൊന്നും നൊന്തു. എന്നാൽ തൻ്റെ മകളെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ച ഇപ്പം അവരുടെ ഭർത്താവിൻ്റെ ഒപ്പാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അവർക്ക് സമാധാനം തോന്നി. എത്തേണ്ട കൈകളിൽ തന്നെ അവൾ എത്തിയെന്ന് അവർക്ക് തോന്നി. ഇനിയുള്ള കാലം മുഴുവൻ തൻ്റെ മകൾ നന്നായി തന്നെ ജീവിക്കുമെന്ന് ആ അമ്മയുടെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. ആമി നേരെ മുകളിലേക്കാണ് പോയത്. റൂമിലേക്ക് പോകാതെ അവൾ മെയിൻ ബാൽക്കണിയിലേക്ക് നടന്നു. അവിടെ പോയി നിന്നപ്പോൾ കണ്ടു താഴെ ഗാർഡനിൽ നിന്ന് ചെടികളൊക്കെ നന്നായി വെട്ടിയൊതുക്കി വെള്ളമൊഴിക്കുന്ന ദിവാകരനെ. അവളത് നോക്കി നിന്നു. കുഞ്ഞെ കഴിക്കുമായോ? സാറ് വന്നു. പുറകിൽ നിന്ന് സുമതിയുടെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നിന്നു. എനിക്കിപ്പോൾ വേണ്ട, പിന്നെ മതി. അല്ല കുഞ്ഞെ പ്ലീസ് വേണ്ട കേട്ടാ. അവൾ പിന്നെയും പറഞ്ഞു. അവരത് കേട്ട് താഴേക്ക് പോയി. ആമി പിന്നെയും താഴേക്ക് നോക്കി നിന്നു. ഇത്തിരി നേരത്തിന് ശേഷം പുറകിൽ നിന്ന് ആദത്തിൻ്റെ അലർ കേട്ട് ആമി ഞെട്ടുകൊണ്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. നീ എന്താ കഴിക്കാൻ വരാത്തേ? അവൻ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. എനിക്കിപ്പോൾ വേണ്ട, അവൾ പേടിയോടെ പതിയെ പറഞ്ഞു. എന്നാൽ അവൻ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവളുടെ കൈയും പിടിച്ച് താഴേക്ക് നടന്നു. താഴെ എത്തിയ ശേഷം അവൻ ആമിയെ കൊണ്ട് ചെയറിലിരുത്തി. അവൾ ഇരുന്നു സുമതി രണ്ടുപേർക്കും ഭക്ഷണം വിളമ്പി. ചോറും മോരുകറിയും ക്യാബേജ് തോരൻ മീൻ ഫ്രൈയും അച്ചാറും പപ്പടമായിരുന്നു ഊണിന് കഴിക്കാൻ. സുമതി അവർ കുടിക്കാൻ വെള്ളമൊഴിച്ച് വെച്ച ശേഷം അകത്തേക്ക് പോയി. ആമി വേണ്ടാത്ത പോലെ നുള്ളിപ്പെറുക്കിയിരുന്നു. അതുകൊണ്ട് ആദ്യം ദേഷ്യത്തിൽ പറഞ്ഞു, നുള്ളിപ്പെറുക്കിയിരിക്കാതെ വാരി കഴിക്കടി. ആകെ അടക്കാകുരിയുടെ അത്രയേ ഉള്ളൂ. ആദ്യം കുറച്ചും അവസാനം പതിയുമാണ് അവൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവളത് കേട്ടില്ല. അവൻ ദേഷ്യപ്പെട്ടതും അവൾ വേഗം വാരി കഴിക്കാൻ തുടങ്ങി. ഇത്തിരി കഴിഞ്ഞും അവൻ കഴിച്ച് എഴുന്നേറ്റ് പോയി. അതോടെ അവൾ എഴുന്നേൽക്കാൻ പോയതും ഒരശരീരി കേട്ടു. മുഴുവൻ കഴിക്കാതെ ഞാൻ അവിടുന്ന് എഴുന്നേറ്റാ. മുകളിലേക്ക് കയറുന്നതിന് മുന്നേ അവൻ അവളെ നോക്കി കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് കയറിപ്പോയി. അവൾ അതുപോലെ അവിടെ ഇരുന്നുകൊണ്ട് മുഴുവൻ വാരി കഴിച്ചു. ശേഷം അവൻ കഴിച്ച പ്ലേറ്റും എടുത്ത് അകത്തേക്ക് പോയി. അയ്യോ കുഞ്ഞെതിനതൊക്കെ ചെയ്യുന്നേ, പോയി കൈ കഴിക്കേ, ഇതെല്ലാം ഞാൻ ചെയ്തോളാം. പാത്രങ്ങളെടുത്ത് അകത്തേക്ക് വരുന്ന ആമി നോക്കി സുമതി പറഞ്ഞുകൊണ്ട് അവിടെ കയ്യിരുന്ന പ്ലേറ്റ് എല്ലാം വാങ്ങി. ആമി കൈ കഴുകിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ശേഷം ഹാളിൽ പോയി വെറുതെ ഇരുന്നു. സുമതി കറികളിലൊക്കെ ഇരുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി വെച്ച് അവിടേക്ക് വൃത്തിയാക്കി. ശേഷം അടുക്കളയിലേക്ക് പോയി 2 പാത്രത്തിൽ ചോറും കറികളും വെള്ളം എടുത്തുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് നടന്നു. ആമി അവർ പോകുന്നത് നോക്കിയിരുന്നു. പിന്നെ പതിയെ എഴുന്നേറ്റ് അവരുടെ പുറകെ പോയി. സുമതി തൻ്റെ ഭർത്താവിനെ അടുത്തേക്ക് പോയി വിളിച്ചു. ദേ കഴിച്ചിട്ട് അവനി ബാക്കി. ആ നീ വന്നോ? അതും പറഞ്ഞ അയാൾ കൈ കഴുകി അവരുടെ അടുത്തേക്ക് വന്ന് തിട്ട പോലെ കെട്ടിയിരിക്കുന്നിടത്തിരുന്നു. കൂടെ അവരും. പിന്നെ ഒരുമിച്ചിരുന്ന് അവർ ഭക്ഷണം കഴിച്ചു. ഓരോന്ന് സംസാരിച്ചാണ് അവർ കഴിക്കുന്നത്. ഇടയ്ക്ക് അവരൊന്ന് വിക്കിയപ്പോൾ അയാൾ വേഗം അടുത്തിരുന്ന വെള്ളം എടുത്ത് അവർ കൊടുത്തുകൊണ്ട് തലയിൽ തട്ടിക്കൊടുത്തു. ആമി ഇതൊക്കെ ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ നോക്കി നിന്നു. ശേഷം തിരിഞ്ഞ് അകത്തേക്ക് നടന്നു. ആദമിൻ്റെ മനോഹരമായൊരു ചിത്രത്തിൽ അവൾ പ്രണയത്തോടെ നോക്കിയിരുന്നു. അതിലേക്ക് നോക്കും തോറും തന്നിൽ വിരിയുന്ന മാറ്റം അവൾ അറിയുന്നുണ്ടായിരുന്നു. നീ അറിയുന്നുണ്ടോ ആദം, നിനക്കായി ഒരു പെണ്ണിയുടെ കാത്തിരിപ്പുണ്ടെന്ന്. നിന്നെ മാത്രം സ്നേഹിച്ച്, നിന്നെ മാത്രം മനസ്സിൽ കണ്ട്, നിന്റെ നല്ല പാതിയാവാൻ മോഹിച്ച് ഒരുവളുണ്ടെന്ന്. എങ്കിൽ ഞാൻ വരികയാണ് ആദം, നിന്നെ എൻ്റേത് മാത്രമാക്കാൻ. ഇനിയും എനിക്ക് കഴിയില്ല ആദം നിന്നിൽ നിന്നിങ്ങനെ അകന്നു നിൽക്കാൻ. എത്രയും പെട്ടെന്ന് നിൻ്റെ അരികിലേക്ക് വന്നു എനിക്ക് നിന്നോടുള്ള അടങ്ങാത്ത പ്രണയം നിന്നെ അറിയിച്ച് നിന്റെ മിന്നിൻ്റെ അവകാശിയാവണം എനിക്ക്. ഒടുവിൽ നിന്റെ പ്രണയം മുഴുവൻ ഏറ്റുവാങ്ങി നിന്റെ മാറിൽ തളർന്നുറങ്ങണം എനിക്ക്. വല്ലാത്തൊരു ഭാവത്തോടെ തൻ്റെ മുമ്പിൽ ആദമിൻ്റെ ചിത്രത്തിലേക്ക് നോക്കി ഇത്രയും പറഞ്ഞുകൊണ്ട് അവൾ അതിൽ ഭ്രാന്തമായ ഒരു ആവേശത്തോടെ ചുംബിച്ചുകൊണ്ടിരുന്നു. മതിവരാത്ത പോലെ അവൾ വീണ്ടും വീണ്ടും അതിൽ ചുണ്ടുകൾ പതിപ്പിച്ചുകൊണ്ടിരുന്നു. രാത്രിക്കുള്ള ആഹാരവും ഉണ്ടാക്കി 7:30യോടെയാണ് സുമതിയും ഭർത്താവും പോയത്. ആദം മുകളിൽ റൂമിൽ തന്നെയുണ്ട്. വന്നതിൽ പിന്നെ എങ്ങോട്ടും പോയില്ല. കഴിച്ചിട്ട് പോയതിനു ശേഷം താഴേക്കും കണ്ടില്ല. ആമിയാണെങ്കിൽ പിന്നെ മുകളിലേക്ക് പോയതേ ഇല്ല. ഹാളിലും പുറത്തുമായി സമയം ചെലവഴിച്ചു. ഹാളിലെ സോഫയിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു സൈഡിലായിരുന്ന ഫോൺ റിങ് ചെയ്തത്. അവൾ പതിയെ പോയി ആ ഫോൺ എടുത്തു. ഹലോ മോളെ, ഞാനാ മേരി. മറുപുറത്ത് മേരിയാണെന്ന് കേട്ടത് അവൾക്ക് ചെറുതായി സന്തോഷം തോന്നി. ആ മേരി അമ്മേ. അവിടെ ആ വിളി അവരിലൊരു ആനന്ദം നിറച്ചു. മോൾ എന്ത് ചെയ്യുക? ഞാനിവിടെ വെറുതെ ഇരിക്കുക. സുമതി പോയോ? ആ പോയി. ആ ആഹാരമൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോൾ അവനെടുത്തു കൊടുത്ത് മോളും കഴിക്കുക കേട്ടോ. ശരി അമ്മേ. ആ ശരി മോളെ. അത്രയും പറഞ്ഞ ഫോൺ വെച്ച്
അപ്പോഴാണ് സ്റ്റെയർ ഇറങ്ങി വരുന്ന ആദ്യമിനെ അവൾ കാണുന്നത്. അവൻ വന്ന് ഡൈനിങ്ങിൻ്റെ ചെയറിലിരുന്നു. കഴിക്കാനാണ് അവൻ ഇരിക്കുന്നതെന്ന് മനസ്സിലായതും അവൾ വേഗം അടുക്കളയിലേക്ക് പോയി. ശേഷം അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ആഹാരമെല്ലാം എടുത്തുകൊണ്ട് വന്ന് അല്പം മടിച്ചാണെങ്കിലും അവന് വിളമ്പിക്കൊടുത്തു. ഇനി നിന്നോട് കഴിക്കാൻ ഞാൻ പ്രത്യേകം പറയണോ? അവൻ ഇത്തിരി കടുപ്പത്തിൽ പറഞ്ഞു. അവൾ മുഖം കുനിച്ച് പതിയെ പറഞ്ഞു, എനിക്കിപ്പോൾ വേണ്ട. എന്നാൽ അവനൊന്ന് ചെറിഞ്ഞു നോക്കിയതും അവൾ വേഗം വിളമ്പി കഴിക്കാൻ തുടങ്ങി. ഇത്തിരി നേരം കഴിഞ്ഞു അവൻ കഴിച്ചെഴുന്നേറ്റു. ആമി പതിയെയാണ് കഴിക്കുന്നത്. അവൻ മുകളിലേക്ക് പോകുന്നുണ്ട്. അവൾ എഴുന്നേറ്റ് പാത്രമെല്ലാം എടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി കഴുകി വെച്ച് ശേഷം അവിടേക്ക് വൃത്തിയാക്കിയ ശേഷം തിരിച്ച് ആളിലേക്ക് തന്നെ വന്നു. എന്തുകൊണ്ടോ മുകളിലേക്ക് പോകാൻ അവൾക്ക് മനസ്സ് വന്നില്ല. അവൾ ഹാളിലുള്ള സോഫയിൽ തന്നെ ചാരിയിരുന്നു. പഴയതൊക്കെ ഓരോന്നായി അവൾ ആലോചിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും അവളുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞുപോയി. രാവിലെ ഉറക്കമുണ്ടെന്ന് ആമി കാണുന്നത് തന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന കൈകളെയാണ്. അതാരാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ ആ കൈകൾ പതിയെ അകത്തി മാറ്റിക്കൊണ്ട് എഴുന്നേറ്റിരുന്നു. എന്നാൽ അപ്പോഴാണ് താൻ ഇന്നലെ രാത്രി റൂമിലേക്ക് വരാതെ താഴെ സോഫയിൽ ഇരുന്നാണ് ഉറങ്ങിയെന്ന് അവൾ ചിന്തിച്ചത്. അവനല്ലാതെ വേറെ ആരും അവിടെ ഇല്ലാത്തതുകൊണ്ട് അവനാവും തന്നെ ബെഡിൽ കൊണ്ട് കിടത്തിയെന്ന് അവൾക്ക് മനസ്സിലായി. എന്തോ ഒരു സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് അനുഭവപ്പെട്ടു. പിന്നെ അവൾ എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ കയറി. ഇത്തിരി നേരത്തിന് ശേഷം ഫ്രഷായി ഇറങ്ങിയ ആമി റൂമിൽ നിൽക്കാതെ വേഗം തന്നെ താഴേക്ക് പോയി. അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുന്ന നേരമാണ് പുറത്ത് കോളിംഗ് ബില്ല് മുഴങ്ങിയത്. സുമതിയാവുന്ന കരുതി അവൾ ഡോറിനടുത്തേക്ക് നടന്ന് വാതിൽ തുറന്നു. എന്നാൽ പുറത്ത് നിൽക്കുന്ന പരിചയമില്ലാത്ത പെൺകുട്ടിയെ കണ്ട് അവളുടെ മുഖം സംശയത്താൽ ചുളിഞ്ഞു. ഒരു റെഡ് കളർ സാരിയാണ് അവളുടെ വേഷം. നല്ല വെളുത്ത നിറായതുകൊണ്ട് അവൾക്ക് ആ സാരി നന്നായിട്ട് ഇണങ്ങുന്നുണ്ടായിരുന്നു. കയ്യിലൊരു ബാഗും കൂടാതെ ഒരു ട്രോളി ബാഗും ഉണ്ടായിരുന്നു. അവൾ മുന്നിൽ നിൽക്കുന്ന ആമിയെ സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു, നീ ഏതാ? അത് കേട്ട് ആമിയൊന്ന് പതറി. ചോദിച്ചിട്ടില്ലേ താൻ ഏതാന്ന്? അത് ഞാൻ. ആമിയൊന്നും പറയാൻ കഴിയാതെ വിക്കി നിന്നു. അത് കണ്ട് അവൾ പിന്നെ എന്തോ പറയാൻ വന്നും കണ്ടു. സ്റ്റെയർ ഇറങ്ങി വരുന്ന ആദമിനെ. അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി. വേഗം അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു. ഇച്ചായ. അവൾ അതും വിളിച്ച് ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു. ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും അവന് ചെറുതായി അവളെ ചേർത്ത് പിടിച്ചു. നീ വരുന്ന വിവരൊന്നും പറഞ്ഞില്ലല്ലോ. അവൻ ആമിയൊന്ന് നോക്കിക്കൊണ്ട് അവളെ തന്നിൽ നിന്ന് അകത്തി മാറ്റിക്കൊണ്ട് ചോദിച്ചു. എന്താ എനിക്ക് ഇച്ചായൻ്റെ അടുത്തേക്ക് വരണമെങ്കിൽ നേരത്തെ കൂടി പെർമിഷൻ എടുക്കണം? കാരണം തെമ്മാടി. അതും പറഞ്ഞ് അവൾ അവൻ്റെ വയറിൽ പതി ഇടിച്ചു. എന്നാൽ ആദ്യമിൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് പുറകിലേക്ക് പോകുന്നത് കണ്ടപ്പോഴാണ് ആമിയുടെ കാര്യം അവൾ ഓർത്ത്. അവൾ വേഗം തിരിഞ്ഞ് ആമിയെ ചൂണ്ടി അവനോട് ചോദിച്ചു, അല്ല ആരാതെ ഈ കുട്ടി? അത് കേട്ട ഒരു നിമിഷം അവനും നിന്നു. പിന്നെ അവളെ നോക്കി. അവളുടെ കണ്ണുകൾ തന്നിലാണെന്ന് കണ്ടതും അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൾക്കുള്ള ഉത്തരം കൊടുത്തു. എൻ്റെ പെണ്ണ പൗർണമി. അത് കേട്ട് ആമിയുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു. അവളൊരു പിടച്ചിലൂടെ വേഗം നോട്ടം മാറ്റി. അത് കണ്ട് അവൻ്റെ ചുണ്ടിലെ കോണിലൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ ആദമിൻ്റെ നാവിൽ നിന്ന് വീണ വാക്കുകൾ കേട്ട് ഞെട്ടിത്തറഞ്ഞ് നിൽക്കുകയാണ് അവൾ. ഒരു നിമിഷം കൊണ്ട് അവളുടെ കണ്ണുകൾ ആമിയുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് നീണ്ടു. അത് കാണുക അവളുടെ കണ്ണുകൾ ചുവന്നു വന്നു. എന്താടി? ആദ്യം അവളുടെ തോളിൽ തട്ടി വിളിച്ചപ്പോഴാണ് അവൾക്ക് ബോധം വന്നു. പെട്ടെന്ന് അവന് നേരെ തിരിഞ്ഞുകൊണ്ട് പതർച്ച പുറത്തണിക്കാതെ പറഞ്ഞു, ഏയ് ഒന്നുമില്ല. അല്ല നിന്റെ കല്യാണം കഴിഞ്ഞോ? ആരൊന്നും പറഞ്ഞില്ല. അറിയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അവളൊന്നും മൂളിയതല്ലാതെ ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ അവൾക്ക് തോന്നിയില്ല. അത്രമേൽ ദേഷ്യം തന്നിൽ നുരഞ്ഞു വന്നെന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നു. അവൾ അതെല്ലാം ഉള്ളിൽ തന്നെ ഒതുക്കി. എനിക്കൊന്ന് ഫ്രഷ് ആവണം. ആദം വാ, മുകളിലേക്ക് പോവാം. ആമിയെ നോക്കിക്കൊണ്ട് അവൾ ആദമിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി. നടക്കുന്നതിനിടയിൽ അവൾ തിരിഞ്ഞ ആമിയെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി. ഇതാണ് സാന്ദ്ര ജോസഫ്, ജോസഫിൻ്റെ അലീനയുടെ ഏക മകൾ. ആദമിൻ്റെ ഫ്രണ്ടാണ്. അതുമാത്രമല്ല, അലോഷി കഴിഞ്ഞാൽ ആദമിന് ഏറെ പ്രിയമുള്ള മറ്റൊരാളാണ് സാന്ദ്ര. പഠിക്കുന്ന സമയം മുതൽ ആദമും അലോഷിയും സാന്ദ്രയും എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ചാണ്. അവനിലെ ചെകുത്താൻ രൂപം അറിയാത്ത രണ്ടു പേര്.